ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ട്രിവാൻഡ്രത്ത് വന്നതാണ്. ഇപ്പം ഞാൻ മുരളിയേട്ടൻ്റെ വീട്ടിൽ കൊച്ചിയിലാണ്. ഇൻട്രൊഡക്ഷൻ ഇവിടെ നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചായക്കട സ്റ്റൈൽ ഉണ്ടംപൊരിയാണ്. ഉണ്ടംപൊരി എന്ന് കേൾക്കുമ്പോഴേ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇല്ലേ? ഉണ്ടംപൊരി ഒന്നും ഇപ്പം അധികം കാണാൻ പോലും കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ കൊച്ചിലെയൊക്കെ കാണുമായിരുന്നു ചായക്കടയിലൊക്കെ. നാട്ടിൽ അമ്മയുടെ വീട്ടിൽ മാവേലിക്കര ചങ്ങനാശ്ശേരിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണുമായിരുന്നു. ഇപ്പം അവിടെ എങ്ങും കാണാറ് തന്നെ ഇല്ല. ഇപ്പം എല്ലാം ഡെവലപ്ഡ് ആയില്ലേ. ഉണ്ടംപൊരിയൊക്കെ അങ്ങ് പഴയ ഒരു സ്നാക്ക് ആയെന്ന് തന്നെ പറയാം. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് എങ്ങനെ ഉണ്ടംപൊരി ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ശർക്കരപ്പാനി ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടി പോകാൻ പാടില്ല കേട്ടോ. അതിലോട്ട് ഞാൻ ഇടുന്ന ഇത്രയും വലിപ്പം ഉള്ള ഒരു കഷ്ണം ശർക്കരയാണ്. ഇത് 100 ഗ്രാം ഉണ്ട് കേട്ടോ. 100 ഗ്രാം ശർക്കരയാണ് ഇടുന്നത്. 100 ഗ്രാം ഞാൻ നോക്കാൻ കാര്യം 500 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ആണ് എൻ്റെ ഉണ്ടായിരുന്നത്. അതിനകത്ത് 5 കട്ടയുണ്ട്. അപ്പൊ ഒരു കട്ട ഏതായാലും 100 ഗ്രാം ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ മെഷർ ചെയ്ത് കണക്കാക്കിയത് കേട്ടോ. ഇനിയും ഈ ശർക്കര നന്നായിട്ട് ഒന്ന് ഉരുകി വരണം. ശർക്കര കുറച്ചൊന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കട്ടകൾ സ്പൂൺ വെച്ചോ തവി വെച്ചോ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നമുക്ക് വേഗം അത് ഉരുകി അങ്ങ് അലിഞ്ഞു വരും. ശർക്കര മുഴുവനായിട്ട് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇതിപ്പം നല്ല ശുദ്ധമായ ശർക്കരയാണ്. മണ്ണും തരിയും ഒന്നുമില്ല. മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇത് ഒന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് മാറ്റി വെക്കുക. ഈ ശർക്കര പാനി നന്നായിട്ട് തണുത്ത് വരണം. അപ്പൊ തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പാളയംകോട പഴം ഇടുവാണ്. പഴം കൂടണ്ട കേട്ടോ. നിങ്ങളിപ്പം ഈ ഞാൻ പറയുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയുടെ അളവിനാണ് ഞാൻ പറയുന്നത്. ഇത് ക്വാണ്ടിറ്റി കൂട്ടുന്ന അനുസരിച്ച് പഴം കൂട്ടാൻ കേട്ടോ. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ശർക്കര 200 ഗ്രാം എടുക്കുക, 2 പഴം എടുക്കുക. ഇതിപ്പം ഒരു പാളയംകോടൻ പഴം തന്നെ വേണേ. ഒരു പാളയംകോടൻ പഴം ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി ഒഴിക്കുക. പിന്നെ 3 ഏലക്ക ചേർക്കുക. ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മിക്സിയിൽ. പഴവും ശർക്കരയും കൂടെ അടിച്ചത് ഞാനൊരു വലിയ ബൗളിലോട്ട് ഒഴിക്കുക. ഇനിയും ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 കപ്പ് ഗോതമ്പ് മാവ്. നമ്മൾ ഏത് കപ്പിലാണ് വെള്ളമൊക്കെ നേരത്തെ ശർക്കര പാനിക്ക് എടുത്തില്ലേ, ആ സെയിം കപ്പിൽ തന്നെ ഗോതമ്പ് മാവ് അളന്നെടുക്കുക കേട്ടോ. മെഷറിംഗ് കപ്പ് വേണോ നിർബന്ധമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശരിക്കും കൈവച്ച് തന്നെ ഇളക്കണം. കൈവച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന മുമ്പ് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമ്മുടെ സോഡാപ്പൊടി, സാധാരണ സോഡാപ്പൊടി 1/4 ടീസ്പൂണേ ചേർക്കാവൂ, കൂടണ്ട. പിന്നെ കറുത്ത എള്ള് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. ഒട്ടും നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ചേർത്താൽ മതി. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് വീട്ടിൽ ഉണ്ടാവുമല്ലോ. നമുക്ക് ഉണ്ടപ്പൊരിയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ബാക്കി മിക്ക ശർക്കരയും ഗോതമ്പും പഴവും ഒക്കെ ഉണ്ടാവും. അപ്പം കറുത്ത എള്ള് ഇല്ലാഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കറുത്ത എള്ള് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത്, നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. നല്ല ടേസ്റ്റ് ആണ് ഉണ്ടെങ്കിൽ. ഇത്രേ ഉള്ളൂ. ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. സ്പൂൺ വെച്ച് കുഴച്ചാൽ നമുക്ക് കറക്റ്റ് പരുവ് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇച്ചിരി വെള്ളം ചേർക്കേണ്ടി വരും, 1-2 ടേബിൾ സ്പൂൺ. അതിന് വേണ്ടിയിട്ടാ ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുഴുവൻ ഒഴിക്കുന്നില്ല. ആദ്യം ഒരു വളരെ കുറച്ച് ഒഴിച്ച് നോക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഭയങ്കര കട്ടിയായിട്ടിരുന്ന നമ്മുടെ ഉണ്ടംപൊരിയും ഭയങ്കര ഹാർഡായി പോകും. പക്ഷെ ഒത്തിരി ലൂസ് ആവാനും പാടില്ല. നമുക്കിങ്ങനെ കൈവച്ചെടുത്ത് എണ്ണയിലോട്ട് ഇടാൻ പറ്റുന്ന പരുവം വേണ്ടേ. അപ്പൊ ഒത്തിരി ലൂസായി നമുക്ക് അങ്ങനെ എടുത്ത് കൈവച്ചെടുത്ത് ഇടാൻ പാടായിരിക്കും. ഇതിന് കറക്റ്റ് പരുവ് അറിയുന്ന എങ്ങനെയാന്ന് വെച്ചാല് ഇങ്ങനെ കൈവച്ച് എടുത്ത് നോക്കുക. എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതാണ് പരുവം. ഇതിപ്പോ ഇത്രയും വെള്ളം മതി. ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിരുന്നത് രണ്ടാമത് ചേർക്കാൻ അതിന്റെ ഏകദേശം പകുതി കൂടുതൽ ചേർത്തിട്ടുണ്ട്. 1/4 കപ്പിന്റെ 1/4 വെള്ളം ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഫിക്സഡ് മെഷർമെന്റ് പറയുന്നില്ല. ആ ഗോതമ്പ് പൊടിയും ആട്ടയൊക്കെ അനുസരിച്ചിരിക്കും അതിന്റെ പരുവം. അതുകൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. നമ്മൾ നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് നോക്കിയിട്ട്
ഇങ്ങനെ എടുത്ത് ഒരു ഉണ്ട പോലെ എടുത്ത് ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഷേപ്പിലൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഷേപ്പിലൊന്നും കിട്ടത്തില്ല. ഇത് ഇനിയും അടച്ചു വെച്ച് 2-3 മണിക്കൂർ ഒന്ന് വെക്കുക. അത് അവിടുത്തെ ചൂടനുസരിച്ചിരിക്കും. ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഒരു മിനിമം 3 മണിക്കൂർ എങ്കിലും വെക്കണം. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നല്ല തണുപ്പാണ്. വലിയ തണുപ്പില്ലാത്ത സമയമാണെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചാൽ മതി. നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ 3 മണിക്കൂർ മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഓവനകത്തെടുത്ത് വെക്കുക. ഇത് കുറച്ച് ഒന്ന് പൊങ്ങി വരണം. ഉണ്ടംപൊരിയുടെ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് ഞാൻ വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ആ തനത് നാടൻ രുചിക്ക് വേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ നല്ലപോലെ ഒഴിക്കണം. കുറച്ചുകൂടെ ഒഴിക്കാം. നമ്മൾ വലിയ ബോൾസ് ആയിട്ടായിരിക്കും ഇടുന്നത്, അപ്പൊ അത് മുങ്ങിക്കിടക്കണ്ടേ. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ സൈഡിൽ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ മാവ് എടുക്കുന്ന മുമ്പ് കൈ ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പൊ കയ്യിൽ ശകലം വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് നമ്മള് കുറച്ച് മാവ് ഇങ്ങനെ കൈവച്ചെടുത്ത്, ഒത്തിരി വലുതാക്കണ്ട, എണ്ണയിൽ ഇടുമ്പോ അത് വീണ്ടും വീർത്ത് വരും. ഇങ്ങനെ ഞാൻ എടുത്ത് ഇത് ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇങ്ങനെ തന്നെ ഇടുകയാണ്. കണ്ടില്ലേ? ഓരോ പ്രാവശ്യം ഇനിയും കൈ ഞാൻ വെള്ളത്തിൽ മുക്കുക. അതുകൊണ്ട് നല്ല വെള്ളം തന്നെ എടുത്ത് വെക്കുക കേട്ടോ. കുടിക്കുന്ന വെള്ളം തന്നെ എടുത്തേക്കുവാണ്. വീണ്ടും ഇതേപോലെ സൈഡിൽ നിന്ന് കുറച്ച് മാവ് വീതം ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലിട്ടാ മതി. നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചു നോക്കാം. ഏകദേശം ഒരു കളർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? മീഡിയത്തിന്റെ ലോവിന്റെ ഇടയിലാക്കിയാൽ മതിയേ ഫ്ലെയിം, അല്ലെങ്കിൽ നല്ലപോലെ വേകാനുണ്ട് ഇതകം. വെളിച്ചെണ്ണയില് വറുക്കുന്നതിന് നല്ല മണമാണ്. ഏകദേശം 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡും നല്ല ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. വലിയൊരു കണ്ണാപ്പയിലോട്ട് ഇട്ട എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊർന്ന് വന്നോളും. അധികം എണ്ണ കുടിച്ചതായിട്ട് തോന്നുന്നില്ല. ആദ്യം സാധാരണ എണ്ണ കുടിക്കാത്തൊരു പലഹാരം കേട്ടോ. ഇപ്പൊ ശരിക്കും ഈ ഉണ്ടംപൊരി എന്ന് പറഞ്ഞ പലഹാരമൊന്നും കാണാൻ പോലും കിട്ടാറില്ല അല്ലേ? നാട്ടിൻപുറത്തെ ചെറിയ ചെറിയ ചായക്കടകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പലഹാരമാണ്. നല്ലൊരു ടേസ്റ്റി നാടൻ പലഹാരമാണ്. നമുക്ക് ആ സെയിം ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ വേണ്ടിയെങ്കിൽ ഉച്ചയ്ക്ക് ഇതിൻ്റെ മാവെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം എന്നേ ഉള്ളൂ. സമയം കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ രാവിലെ തയ്യാറാക്കി 4 മണിക്കത്തേക്കെല്ലാം പണിയൊക്കെ തീർത്ത് വെക്കുന്നവരാണെങ്കിൽ രാവിലെ തയ്യാറാക്കി വെച്ചാലും ഒരു കുഴപ്പമില്ല. കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ടൈം കുറഞ്ഞു പോയാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇത് ശരിക്കും ക്രിസ്പി ആയിട്ടുള്ള പലഹാരമല്ല, അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം എല്ലാവർക്കും കഴിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ടേസ്റ്റ് ഇഷ്ടപ്പെടും. നമ്മുടെ ആ പഴയ തനിമ ടേസ്റ്റിലോട്ടൊക്കെ തിരിച്ചു പോകാൻ നല്ലൊരു പലഹാരമല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നെ റിസൾട്ട് അറിയിക്കുക. നിഷാസ് സ്പൈസസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.